ഇനി ഏത് വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയുടെ ആണെങ്കിലും നമ്മൾ അടിമകളല്ല. എന്റെ പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ പൈസ മുഴുവൻ ഞാൻ ചിലവാക്കുന്നത്. സ്വതന്ത്ര രാഷ്ട്രത്തിൽ പ്രജകളില്ല. അതിപ്പോഴും മനസ്സിലായിട്ടില്ല സുരേഷ് ഗോപിക്ക്. അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോഴും സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾക്ക് ജനാധിപത്യം എന്താണെന്നും പൗരബോധം എന്താണെന്നും പൗരന് ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നും ഒരു അറിവുമില്ല. സുരേഷ് ഗോപി രാജാവാണെങ്കിൽ ബാക്കിയുള്ള ഒരു പ്രജകളാണെങ്കിൽ അവർ അടിമകളല്ലേ? ശവങ്ങളെ കൊണ്ട് പോലും വോട്ട് ചെയ്യിപ്പിച്ച് വിജയിച്ച സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്റെ ഒരു രൂപ പോലും ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാറില്ല, എല്ലാം പ്രജകൾക്ക് വേണ്ടി നൽകുന്നു. വീണ്ടും വിവാദപരമായ പ്രസ്താവനകളുമായിട്ടാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും അദ്ദേഹം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രവണത അതാണ്. യഥാർത്ഥത്തിൽ അടുത്ത തവണ അധികാരത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ മന്ത്രിയാവണമെന്നോ MP ആവണമെന്നോ എന്നുള്ള ആഗ്രഹങ്ങൾ സുരേഷ് ഗോപിക്ക് ഇല്ലാതെയായി പോയതുകൊണ്ടാണോ ഈ രീതിയിലുള്ള പ്രസ്താവനകളുമായി സുരേഷ് ഗോപി രംഗത്ത് വരുന്നത്? അല്ല, ആഗ്രഹങ്ങളുടെ ഒന്നുമല്ല. നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടെയൊന്നും അല്ല വിഷയം. സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനുമല്ല വിഷയം. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ, അവിടെയാണ് വിഷയം. ഇപ്പോഴും സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ആ വാക്കിന്റെ പ്രശ്നമെന്ന്. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു, എന്റെ പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ പൈസ മുഴുവൻ ഞാൻ ചിലവാക്കുന്നത്, ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ആണ് അവിടുത്തെ വിഷയം. പ്രജകൾ, ഇത് നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രമാണ്. സ്വതന്ത്ര രാഷ്ട്രത്തിൽ പ്രജകളില്ല, ജനങ്ങളാണ്, ജനാധിപത്യമാണ്. അതിപ്പോഴും മനസ്സിലായിട്ടില്ല സുരേഷ് ഗോപിക്ക്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പ്രജകൾ എന്ന് പറയുമ്പോൾ അവിടെ മേലി രാജാവ് കാണും, അല്ലെ? രാജഭരണമല്ല. അദ്ദേഹം ഇന്നും സ്വയം ഒരു രാജാവാണെന്ന് ഉള്ള ഒരു മെന്റാലിറ്റിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി സ്വയം രാജാവാണെന്ന് കരുതിയാലും മറ്റുള്ളവർ രാജാവാണെന്ന് കരുതിയാലും അങ്ങനൊരു സംവിധാനം ജനാധിപത്യത്തിലില്ല. അത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. ഇപ്പൊ സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം, പൂണൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അങ്ങനെയുള്ള പ്രസ്താവനകളാണ് പറയുന്നത്. ഇപ്പോഴും ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് എന്തോ വലിയ രീതിയിലുള്ള സാധനവും ബാക്കിയുള്ളവരെല്ലാം താഴെ കിടക്കുന്ന ആളുകളാണ്. അവിടെ അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് വരുന്നുള്ള അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ ബാക്കിയുള്ള ജനസമൂഹത്തിൽ ഉണ്ടാക്കുന്ന വ്രണപ്പെടുത്തലുകളുണ്ട്. അവിടെയാണ് വിഷയം. ഇന്നും സുരേഷ് ഗോപി കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എയിംസ് ആലപ്പുഴയിൽ വരണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനി എയിംസ് എവിടെ വരണം, അല്ലെങ്കിൽ ഇന്നും കേരളത്തിൽ ഏത് ഭാഗത്ത് വരണം എന്നുള്ള ചോദ്യത്തെക്കാൾ ഉപരി കേരളത്തിൽ എയിംസ് വരുമോ എന്നുള്ളൊരു ചോദ്യമല്ലേ ഇപ്പോഴും പ്രസക്തിയുള്ളത്? അല്ല, അത് ഇനി നമുക്ക് വരാൻ പോകുന്ന കാലങ്ങളിൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ കഴിയൂ. ഇപ്പം കേരളത്തിന്റെ ഒരുപാട് കാലത്തെ ആവശ്യമാണ് എയിംസ് വരണമെന്ന്. പല പല പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും കൊണ്ടുവരാൻ കഴിയാതെ പോയിട്ടുണ്ട് എയിംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി. അപ്പൊ അത് വലിയൊരു പദ്ധതിയാണ്. അപ്പം അത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി എന്ത് പ്രവർത്തി ചെയ്തു കഴിഞ്ഞാലും എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അതിനെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണ്? സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ആ പ്രസ്താവനകളുടെ തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പോട്ട് ഇതേപോലെ തന്നെ പ്രജകൾ എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞ് അദ്ദേഹം ഏറിപ്പോയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ വാക്കിന്റെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ കോളനികൾ നിരോധിച്ചു എന്ന് പറഞ്ഞ് നമ്മളൊരു വാർത്ത കണ്ടിട്ടുണ്ട്. അതായത് കോടതിയാണ് അത് നിരോധിച്ചത്. കോളനിയിൽ താമസിക്കുന്നവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് പേര് പല വാക്കുകളും പല രീതിയിലും, അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ വരെ പറയുന്ന രീതിയിലേക്ക് കോളനിയെ മാറ്റിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അത്രത്തോളം മോശം രീതിയിലുള്ള ഒരു കാര്യമാണ്. കോളനി എന്ന് പറയുന്നത് ഒരു നിലവാരമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നുള്ള രീതിയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. അതെ. അപ്പൊ അതിൽ നിന്നും മാറ്റി കോളനി എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അതിന്റെയൊക്കെ കാരണം എന്താണ്? ഇപ്പോഴും അത്തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം നമ്മളെല്ലാം പ്രജകളാണോ? അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും വിഷമം ഉണ്ടാക്കും. നമ്മൾ പ്രജകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രജകളോ അടിമകളോ ഒന്നുമല്ല ആരുടെയും, ഒറ്റ മനുഷ്യന്റെയും. ഇനി ഏത് വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയുടെ ആണെങ്കിലും നമ്മൾ അടിമകളല്ല. നമ്മൾ ജനാധിപത്യത്തിലെ ഏറ്റവും കൂടുതൽ അവകാശങ്ങളുള്ള ഒരേ ഒരാള് പൗരൻ മാത്രമാണ്. ആ പൗരന് കിട്ടേണ്ട നീതിയാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെയാണ് സുരേഷ് ഗോപിയെ പോലുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടത്. ആ വാക്കുകൾക്ക് ചില അർത്ഥങ്ങളുണ്ട്. സുരേഷ് ഗോപി രാജാവാണെങ്കിൽ ബാക്കിയുള്ള ഒരു പ്രജകളാണെങ്കിൽ അവർ അടിമകളല്ലേ? അപ്പൊ നമുക്കറിയാം രാജാക്കന്മാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു.
പ്രജകള് രാജാവിന്റെ അടിമയാണ്. ഇന്നും സുരേഷ് ഗോപി ആ രീതിയിൽ തന്നെയാണ് സാധാരണ ജനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, അദ്ദേഹം ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ ഇതൊന്നും ഒരു MP യുടെ ജോലിയല്ല എന്ന് പറഞ്ഞ് തഴഞ്ഞു കളയുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളാണ് ഏറ്റവും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരുന്നു ഒരു സ്ത്രീ അവരോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്റെ മന്ത്രിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ജനങ്ങളെ ഒരു വില കൽപ്പിക്കാതെ പ്രജകളായിട്ട് തന്നെ അല്ലെങ്കിൽ അടിമകളായിട്ട് തന്നെയാണ് സുരേഷ് ഗോപി കാണുന്നത് എന്നുള്ളതിന്റെ ഒരു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇപ്പോൾ അത് വീണിട്ടുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹം അങ്ങനെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അവിടുത്തെ ധാർഷ്ട്യമാണ്. അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാകാം. MP എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ എല്ലാം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ഒരാളുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ അയാളുടെ അവകാശങ്ങൾ കയ്യേറ്റം ചെയ്യാനോ പാടില്ല. അവകാശം എന്ന് പറയുന്നത് അയാളെ ഒരു പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അയാളെ ആക്രമിക്കുന്നത് മാത്രമല്ല. അപ്പൊ നമ്മൾ ഒരാളെ എടാ പോടാന്ന് പോലും വിളിക്കാനുള്ള അവകാശം നമുക്കില്ല. അതാണ് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന അംഗീകാരം. അത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പൊ വേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കടലാസുമായി ചെന്നിട്ട് എനിക്കൊരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞ് അത് സുരേഷ് ഗോപി ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിയേക്കുക. പണ്ടത്തെ നമ്മൾ ഗ്രാമസഭകളൊക്കെ കൂടുന്നതിന്റെ കൂട്ട് ഇപ്പൊ രാജാക്കന്മാര് വന്നിരിക്കുമ്പോ പ്രജകളെല്ലാം വന്നിട്ട് അടിയൻ ഇത് വേണം, അടിയൻ ഇത് വേണം, അങ്ങനെ പറയുന്ന ഒരു സംവിധാനത്തിൽ കൊണ്ടെത്തിച്ചേക്കുവാണ്. ഗ്രാമസഭകളാണെങ്കിലും ഓക്കെ ശരി, എന്ത് തന്നെയാണെങ്കിലും അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി അവിടെ വന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ഒരു കടലാസുമായിട്ട് കൊണ്ടുതരുമ്പോൾ ഇത് MP യുടെ പണിയല്ല എന്ന് പറഞ്ഞ് മടക്കിയല്ല വേണ്ടത്. നോക്കാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് നോക്കിയിട്ട് അത് കൊടുക്കാം, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടാമായിരുന്നു. അതെ, ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും പിണറായി വിജയന്റെ കാലത്താണെങ്കിലും അവിടെ എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേപോലെ പരാതികളുമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ആ പരാതി മുഖ്യമന്ത്രി വാങ്ങിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് ചെയ്യേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റിനോട് പറയും ഇത് എത്രയും വേഗം കൃത്യമായിട്ട് ഇതിന് നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഒരു MP ചെയ്യേണ്ടത്, അല്ലാതെ ഇത് എന്റെ പണിയല്ല. പിന്നെ MP യുടെ പണി എന്തുവാ? ജനങ്ങളെ കേൾക്കാനും ജനങ്ങളുടെ വിഷമങ്ങളിൽ ഒപ്പം നിൽക്കാനും ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർപ്പാക്കാനുമല്ലേ ഇത് കൂട്ട് ജനാധിപത്യത്തിൽ ഓരോ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ആവശ്യത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പറെ തെരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അയാൾക്ക് ഇപ്പൊ ആ വാർഡിലുള്ള ഒരാൾക്ക് എന്താണോ ആവശ്യം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റുമായി കോർത്തിണങ്ങി പോകാനും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആളുകളെ വിളിച്ചു പറയാനും അവിടെ ഒരാള് വേണം. അതാണ് പഞ്ചായത്ത് മെമ്പർ. എന്റെ വാർഡിലെ ഇന്നൊരാളാണ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നോക്കൂ, ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും CPM സൈബർ സഖാക്കൾ കളിയാക്കുന്നതാണ് എന്റെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പല പോസ്റ്റുകളും കാണുമ്പോ. അപ്പൊ അതിനകത്ത് ഉമ്മൻചാണ്ടി പറയുന്നൊരു, അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു കഥയുണ്ട്. ഒരാൾ അമേരിക്കയിൽ പോകണം. അപ്പൊ അമേരിക്കയിൽ പോകാൻ നേരത്തെ ഒരാള് എനിക്ക് അമേരിക്കയിൽ പോകണം, എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോ കാണിക്കാൻ എന്തെങ്കിലും ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടി ഒബാമയ്ക്ക് കത്തെഴുതി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു. എവിടെ പോയാലും ഇത് എന്റെ മണ്ഡലത്തിലെ ഇന്ന ആളാണ്, എനിക്കറിയാവുന്ന ആളാണ്, ഇയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു കുറിപ്പ് മതി. ആ കുറിപ്പുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഇതിപ്പോ അമേരിക്കയിലെ കാര്യമാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ ചെല്ലുമ്പോൾ ഈ ഒരു കത്ത് മതി. ഉമ്മൻചാണ്ടി അയച്ച കത്താണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പിണറായി വിജയൻ തന്നയച്ച കത്താണ് എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു കത്തുമായിട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പറുടെ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ആണെങ്കിലും MLA ആണെങ്കിലും മന്ത്രിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും രാഷ്ട്രീയക്കാരുടെ പുറകെ ജനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഈ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കൂ എന്ന് പറയുന്ന മോശം അവസ്ഥയിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴും സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾക്ക് ജനാധിപത്യം എന്താണെന്നും പൗരബോധം എന്താണെന്നും പൗരന് ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നും ഒരു അറിവുമില്ല. ജനാധിപത്യത്തിന്റെ ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ്
സർക്കാർ സംവിധാനങ്ങളിൽ ഭരിക്കുന്നത്. അത് പോലീസ് സംവിധാനം തൊട്ട് അങ്ങ് മേടി സെക്രട്ടേറിയറ്റിൽ വരെ ഇരിക്കുന്ന ആളുകൾക്ക് ഭരണഘടന എന്താണെന്ന് അറിഞ്ഞൂടാ. ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. ഒരു പൗരനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇവര് സർക്കാർ സെർവൻസ് ആണ്. അപ്പൊ ഈ സർക്കാർ സെർവൻസ് എങ്ങനെയാണ് പൗരനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴും ഭരണഘടനയുടെ ABCD അറിയാത്ത ആളുകളാണ് ഈ സെക്രട്ടേറിയറ്റിലും പോലീസ് സ്റ്റേഷനിലും ഇരിക്കുന്ന ആളുകൾ. ഇപ്പോ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ പ്രവർത്തിച്ചാലും തന്റെ വാക്ചാതുര്യം കൊണ്ട് അതെല്ലാം തിരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നല്ല കുട്ടിയാകാം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വായിൽ നിന്ന് എന്ത് വീണാലും അതിനൊക്കെ ഒരു ന്യായീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ ഈ ഒരു വാക്ചാതുര്യം കൊണ്ട് ഒരിക്കലും അടുത്തൊരു അധികാരത്തിൽ വരാൻ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ല, ജനങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സ്ഥാനമൊക്കെ പിടിക്കും. അത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം പല ഫാക്ടേഴ്സ് ആണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനെ തിരഞ്ഞെടുക്കുന്നതിലുള്ളത്. ചിലപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുള്ള ദൃഢതയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള എങ്ങനെയാണ് ഇടപെടുന്നത് ആ ഇടപെടലാകാം. അങ്ങനെ ഒരുപാട് ഫാക്ടറാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒരു മന്ത്രിയോ MLA ഒക്കെ ആക്കുന്നതിനുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഭരണഘടന പ്രകാരം ഇവിടെ പ്രജകളില്ല, രാജാവുമില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മളെല്ലാം ജനങ്ങളാണ്, അല്ലെങ്കിൽ പൗരന്മാരാണ്. നമുക്ക് പൗരബോധമുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ്. അവര് രാജാക്കന്മാരുമല്ല, അവരുടെ അടിമകളുമല്ല. ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകൾ മണ്ടന്മാരാണോ? അല്ല. അല്ലെങ്കിൽ അവർ അടിമകളാണോ? അല്ല. ഈ രാഷ്ട്രീയക്കാർ പറയുന്ന എല്ലാം കേൾക്കാതിരിക്കണോ ജനങ്ങള്? അല്ല. ഈ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ടാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നത്. പല തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. അത്രയും മഹത്തരമായിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത്. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിയാതെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തോൽവി.